ഇപ്പോൾ ആസിഫ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആസിഫ്, നമുക്കറിയാം 40 ടീമുകളായി തിരിഞ്ഞ് 6 സോണുകളിലായാണ് ഇന്നത്തെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഒരു അനുകൂലമായ കാലാവസ്ഥ തന്നെയാണോ? ഒപ്പം ചാലിയാറിൽ നടക്കുന്ന ഈ ഡ്രോൺ പരിശോധനയിൽ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും 6 സോണുകളായി 40 വിഭാഗമായിട്ടുള്ള തിരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പലയിടത്തു നിന്നും നമുക്ക് ഈ ശരീരാവശിഷ്ടങ്ങളടക്കം ലഭിക്കുന്ന മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ സജീവമായ തിരച്ചിൽ ഓരോ മേഖലയിലും തുറന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം മണ്ണുമാന്തി യന്ത്രങ്ങളാണ് നിരന്തരം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നതെന്ന്. എനിക്ക് നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് തന്നെ എൻ്റെ കൺമുമ്പിൽ തന്നെ 10-ലധികം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ ഒരു ഏരിയയിൽ മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓരോ പ്രദേശത്തിനും പ്രത്യേകമായി അനാലിസിസ് ചെയ്ത്, കാരണം ഈ ഡോഗ് സ്ക്വാഡിൻ്റെ അടക്കം സേവനം തേടിക്കൊണ്ടാണ് എത്രത്തോളം ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ ഒഴുക്ക്, അത് ഏറ്റവും ആദ്യം ബാധിച്ച പ്രദേശം, ആ പ്രദേശങ്ങളടക്കം കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു തിരച്ചിൽ തുടരുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാട്ടുകാരുടെ സേവനം കൂടി ഇവിടെ തേടുന്നുണ്ട്. നാട്ടുകാരുടെ കൂടി സഹായത്താലാണ് ഈ സ്പോട്ടുകൾ അനാലിസിസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ നാട്ടുകാരാണോ? അതെ. നിങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നോ? ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ സ്കൂൾ റോഡിൻ്റെ ഭാഗത്ത് 100-ഓളം വീടുകൾ പോയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പേരെന്തായിരുന്നു? എൻ്റെ പേര് ഖാലിദ്. ഞാൻ എവിടെയാണ് കറക്റ്റ്? ഒരു മീൻ കച്ചവടക്കാരനാണ്. തന്നെയാണ് താമസം? അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ചൂർമല ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പം എൻ്റെ വീട്. അതെ, നമ്മളെ വീട് കുറച്ചപ്പുറത്താണ്. താങ്കളൊരു മീൻ കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ ഇവിടെ മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാം പേരെടുത്ത് പറയും. വീടുകളെ കുറച്ച് അറിയായുള്ളൂ, പേരുകൾ ഏറെക്കുറെ ആളുകൾ മീൻ മേടിക്കാൻ എന്നാണ് വരുന്നത്. ഇപ്പോഴും താങ്കൾക്ക് ഓർമ്മയുള്ള പേരുകൾ ആരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീണ്ടെടുക്കാൻ കഴിയാത്തത്? വെച്ചാൽ എൻ്റെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ കുട്ടിയും പോയിട്ടുണ്ട്. നസീമ എന്ന് പറയും. നസീമ ചക്ര എന്ന് പറഞ്ഞ ഒരു കുട്ടി. അത് തിരഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. കിട്ടുന്നത്. എത്ര വയസ്സുള്ള കുട്ടിയാണത്? കുട്ടിക്ക് 12 വയസ്സ്. നസീമ 42 വയസ്സ് കിട്ടാനുണ്ട്. അതുപോലെ എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധത്തിലും പെട്ട ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അവരതൊന്നും ഒരുപാട് ആൾ കിട്ടാത്തുണ്ട്. ഒരുപാട് ആൾ കഴിച്ചിലായിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ മറ്റ് ബന്ധുക്കളുടെ ബോഡി കിട്ടാത്തവരാണ് കൂടുതലുള്ളത്. അവരുടെ പേരുവിവരങ്ങളൊക്കെ ഓർമ്മയിലുണ്ട്? ഓർമ്മയിലുള്ള ഒരുപാടുണ്ട്. അതാ വീട്ടിലെത്തുമ്പോൾ ആളുകൾ എന്നുള്ള പേര് പറയാനേ നമുക്ക് കഴിയുള്ളൂ. ഈ സ്പോട്ടുകൾ നിങ്ങൾ പലരും കാണിച്ചു കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് തെരച്ചിലിന് കൂടുതൽ സുഗമമാകുന്നത് അല്ലേ? ഈ സ്പോട്ടുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് പോകുന്ന മീനായിട്ട് പോകുന്ന വീടുകളും ഇലക്ഷൻ ടൈമിൽ പൊതുപ്രവർത്തനമായിട്ട് പോകുന്ന വീടുകളിൽ എത്തുന്ന ആളുകളെ. മുണ്ടക്കൈ മസ്ജിദിന്റെ അവിടെ നിന്ന് ഒരു ക്രോസ് റോഡ് അങ്ങോട്ട് ഉണ്ടായിരുന്നു അല്ലേ? മുണ്ടക്കൈ മസ്ജിദിന്റെ അവിടുന്ന് അതിലെങ്ങനെ ഒരു റോഡ്, ആ റോഡിലേക്കാണ് മേലെ പുഞ്ചിരിമട്ടത്തേക്ക് പോവുക. ആ 2 റോഡുകളും മൊത്തം അത് ഒന്നിച്ച് മേലെ കിട്ട് കയറിയിട്ട് റോഡ് മസ്ജിദിൻ്റെ വന്നടിച്ച് കുറച്ച് താഴോട്ട് അവിടുന്ന് ഇവിടെ ഒരു ഗാൻഡിങ് ഉണ്ട്. അതിലെങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ പോയി നിൽക്കുകയാണ് ഇത്. ഞാൻ ഇന്നലെ സ്പോട്ടെല്ലാം പോയി കണ്ട ആളാണ്. ആളുകളെ വീടുകൾ തന്നെ പോയിക്കുന്നത്, വീടും പോയിക്കണ, എസ്റ്റേറ്റ് ലൈനുകൾ പോയിക്കണ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് കണക്കില്ലാത്ത ആളുകൾ വേറെ പോയിട്ടുണ്ട് എന്നുള്ള. എന്താ വെച്ചാൽ ഈ എസ്റ്റേറ്റ് വർക്കിനായിട്ട് ഓടുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ നിരവധി ഉണ്ടായിരുന്നു. ലൈനുകളും താമസക്കാരും. ഒരുപക്ഷെ നമ്മൾ റേഷൻ കാർഡ് വെച്ചിട്ട് നോക്കിയാൽ കിട്ടുന്ന ആളുകളല്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു കണക്ക് കൂട്ടലിൽ ഈ നഷ്ടപ്പെട്ടു പോയവരുടെ ഒരു എണ്ണം നമ്മളുടെ ഒരു റേഷൻ കാർഡൊക്കെ വെച്ചാണല്ലോ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു എണ്ണത്തിലേക്ക് നിൽക്കില്ല. 500 ചില്ല ഒരു സുമാറ് നമുക്ക് കണക്ക് കിട്ടാത്തത് വരുന്നുണ്ട്. അതൊരു 500 ചില ആളിൻ്റെ ഇപ്പം തന്നെ ഇപ്പോൾ സുമാറ് കണക്ക് വന്ന് നോക്കുമ്പോൾ ഒരു 500 ചില ആള് പോയിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്കാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു കണക്ക് വരിക അല്ലേ? ഇതര സംസ്ഥാന തൊഴിലാളികളെ കണക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാലേ അറിയുള്ളൂ. അതിൽ തന്നെ താൽക്കാലിക ജീവനക്കാരുടെ കണക്ക് അവരുടെ അടുത്തുണ്ടോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാം. അതിൻ്റെ കണക്ക് എസ്റ്റേറ്റ് മാനേജർമാരുടെ അടുത്തുണ്ട്. എസ്റ്റേറ്റ് തൊഴിലാളികളെ കണക്ക് വേറെ പെർമനന്റ്
മറ്റ് നമ്മളുടെയൊക്കെ നാട്ടിലേക്ക് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് താമസിച്ച് അല്ലാതെ ചെറിയ ചെറിയ ജോലികൾ എടുത്തു പോകുന്നവരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടാകാറുണ്ട്. എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാവില്ല, കാരണം അവർ അവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ താമസിക്കാൻ സമ്മതിക്കൂ. ഇപ്പോൾ ആ കാണുന്നതാണല്ലോ നമ്മുടെ പൊട്ടിയേക്കുന്ന ആദ്യ മല. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള മലകളും അതിന് സമാനമായ മലകളാണോ, അതോ അവിടെ വെള്ളം വീഴുന്ന മലകളൊക്കെ? അതെ, ഞാൻ ചോദിക്കുന്നത് പൊട്ടാൻ സാധ്യതയുള്ള ഭാഗമാണ് ഇപ്പോൾ ഈ ഭാഗം കാണുന്നത്. കാരണം ഇപ്പോൾ ഒരു പൊട്ടൽ പൊട്ടിയത് കൊണ്ട് അത് കുറച്ചുകൂടി ദുർബലമായിട്ടുണ്ടാവും. ഭൂമി ചലിച്ചിട്ട് അത് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. എനിക്കൊരു പ്രദേശം അറിയാത്തത് ഇതിന് സമാനമായ കുന്നുകൾ അപ്പുറത്തൊക്കെ ഉണ്ടല്ലേ? ഇങ്ങോട്ടുണ്ട്, ഇവിടെ ഉണ്ട്, ഇങ്ങനെ സൈഡുണ്ട്. ശരിക്കും നമ്മൾ ഇവിടെ താമസിക്കുന്നത് നമ്മൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത്രയും വലിയ ഒഴുക്ക് വരുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? കാരണം നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വന്നതാ. നമ്മൾ സാധാരണ ഇതിന്റെ പഴയ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ മനോഹരമായ ഒരു ചെറിയൊരു അരുവി, അപ്പുറത്ത് ഗ്രൗണ്ട്, അങ്ങനെയായിരുന്നു ഇത്. ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് ഗ്രൗണ്ടാണ് ഇത്. കുട്ടികളെ സ്കൂൾ ഗ്രൗണ്ട്, ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടാണ്. പൊക്കത്തിൽ ഒരു 40 അടിയോളം പൊക്കത്തിൽ കനത്തിലാണ് ഈ മണ്ണ് വന്നിട്ടുള്ളത്. മണ്ണും മരവും പിന്നെ കല്ല്. താഴേക്ക് പോയാൽ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ ഈ ശക്തിയിൽ വെള്ളവും മണ്ണും ഇതും വന്ന് അത്രയും സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സ്ഥിതി ആലോചിച്ച് അതാ ഞാൻ പറഞ്ഞു. വളരെ ഇതിപ്പോൾ ഈ ഒരു 4-5 പുഴ ഒന്നിക്കുന്നതാണിത്. കള്ളാടി പുഴ, മീനാക്ഷി പുഴ, ഇതെല്ലാം കൂടി നമ്മളെ സൂചിപ്പാറ വന്ന് ഇവിടെ അല്ല സൂചിപ്പാറ ചാടും. സൂചിപ്പാറ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്, ചാലിയാർക്ക്. നമ്മൾ നാട്ടുകാരുടെ പ്രതികരണമാണ്, കാരണം അവർക്കാണ് ഇത് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കണക്കുകൾക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തന്നെ അവരും ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും, കാരണം ഇപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ പ്രദേശത്ത് നിന്നാണ് ഈ ഒരു കുത്തി ഒഴുക്ക് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ വന്ന് നോക്കുകയാണെങ്കിൽ അത് അത്രയും അപ്പുറത്തെ ഉയരത്തിലുള്ള ആ ഒരു മല അത് ഇങ്ങോട്ട് എത്തുമോ, സുരക്ഷിതമെന്ന് വിചാരിച്ച് തന്നെ താമസിച്ച ആളുകളാണ്. കാരണം പല ആളുകളും ഇവിടെ അവരുടെ ജീവിതമാർഗവുമായി വന്നവരാണ്. പണ്ട് തോട്ടം തൊഴിലാളികളായി വന്നവരുടെ പിൻതലമുറക്കാരുണ്ട്. അങ്ങനെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം അധ്വാനിച്ച് അവർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രദേശമാണ് ഇത്. ആ സ്കൂളായിക്കോട്ടെ, ഈ ആരാധനാലയങ്ങളായിക്കോട്ടെ, അവരിവിടെ ഒരു ജീവിത മാർഗം ഇവിടെ കെട്ടിപ്പൊക്കുകയും ഇവിടെ ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത ആളുകളാണ്. അങ്ങനെ പണ്ട് കുടിയേറി വന്ന കർഷകരടക്കമുള്ളവരുണ്ട്. അങ്ങനെ വലിയ ഒരു പതിറ്റാണ്ടുകൾ നീണ്ട അതിജീവനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു നാടാണ് ഇപ്പോൾ ഏതായാലും കുത്തിയൊലിച്ച് പോയിരിക്കുന്നത്. ഇതിന് സമീപത്തുള്ള വലിയ മലകൾ കാണുമ്പോൾ ഇപ്പോൾ ഈ നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ്, അവർക്ക് പേടിയാണ്. അവർ പറയുന്നത് ഇപ്പോൾ ഇടിഞ്ഞതിന് തൊട്ടിപ്പുറത്തുള്ള ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ആ മഞ്ഞ് മൂടി നിൽക്കുന്ന മല, ആ മലയടക്കം ഉള്ള അതിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ഭീതി അവർ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് ഈ ഒരു പ്രദേശം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷാദൗത്യം ഏറെ വെല്ലുവിളികൾ ഉയർത്തുന്നത് ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും ചെളിയും ഒപ്പം ഈ കുത്തിയൊലിച്ചു വന്ന ഈ മലവെള്ളപ്പാച്ചിലിൽ അടിഞ്ഞുകൂടിയ വലിയ പാറക്കഷ്ണങ്ങളും മരങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഹിറ്റാച്ചി കൊണ്ടും അതേപോലെ JCB കൊണ്ടുമൊക്കെ ഇത് മാറ്റുക എന്നുള്ളതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് എത്രത്തോളം വിജയകരമാവും എന്നുള്ളതിൽ. അപ്പോൾ ഇന്നലെ സർവേ ഓഫ് ഇന്ത്യ നടത്തിയിരുന്ന 3D തെർമൽ ഇമേജിംഗ് ഇന്നലെ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവരുടെ റിപ്പോർട്ടിൽ നിന്ന് എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കാരണം അത് രക്ഷാപ്രവർത്തനത്തിന് ഒരുപക്ഷെ കുറച്ചും കൂടി ദ്രുതഗതിയിലാക്കാൻ വിധം ഉപയോഗപ്പെടാവുന്ന വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ആസിഫ്? തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ പഴയ സ്വഭാവവും പുതിയ സ്വഭാവവും തമ്മിലുള്ള ഒരു അവലോകനം സാധ്യമാകുള്ളൂ. അപ്പോൾ മാത്രമാണ് ഏതൊക്കെ പ്രദേശത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു കുത്തൊഴുക്കിൻ്റെ ഫലമായി വലിയ രീതിയിൽ മണ്ണ് അടിഞ്ഞ് വന്നിരിക്കുന്നത്, ആ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സ്വാഭാവികമായി നമുക്ക് പരിശോധനകൾ നടത്താൻ കഴിയുക എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുക. അത്തരത്തിലുള്ള വിവരങ്ങൾ കൃത്യമായി അത് കൈമാറുകയും അത് അവലോകനം ചെയ്യുകയും ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടത്തുന്ന ഓരോ പരിശോധനയും ഓരോ അവലോകനവും അത് നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ അതിന് ഉപയോഗിക്കുന്നുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനകളുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു പരിശോധന സാധ്യമാകുകയുള്ളൂ. അത് ഇപ്പോൾ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ ഈ നാട്ടുകാരനായിരുന്ന ആൾ പറഞ്ഞ ഒരു കാര്യം
സംശയമുണ്ട്. 40 അടിയോളം അടക്കം ഉയരത്തിലാണ് ചില ഭാഗങ്ങൾ മൂടിപ്പോയിട്ടുള്ളത് എന്ന്. അപ്പോൾ നമുക്ക് അറിയാം അത് എത്രത്തോളം ഭീമാകാരമായ മണ്ണും മരവും ചെളിയുമൊക്കെയാണ് ഇവിടെ വന്ന് അടിഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മാറ്റി അത് എങ്ങനെ പരിശോധിക്കും എന്നുള്ളത്, അത്തരത്തിലുള്ള വലിയ ഒരു സാഹചര്യം ഇവിടെ ഏതായാലും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും നമ്മളത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യനാൽ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള പരിശോധന, നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കഴിയുന്ന എല്ലാ പരിശോധനയും തുറന്നുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ കാണാം ആ കുത്തിയൊലിച്ചു പോയി ഒരു ഭാഗം തകർന്നൊലിച്ചു പോയ 2 നില കെട്ടിടം. ആ 2 നില കെട്ടിടത്തിൻ്റെ സമീപത്ത് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം എത്തി പരിശോധന നടത്തുകയാണ്. അല്പം മുമ്പ് അവിടെ നിന്ന് മൃതദേഹം ലഭിക്കുന്ന ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ഏരിയകളിലും ഇന്നലെയൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ ഞാൻ തിരിച്ചു വരാം.